ഡിയർ ചിൽഡ്രൻ, നമ്മളിന്ന് പഠിക്കുന്നത് ക്ലാസ് 5 EVSൻ്റെ ചാപ്റ്റർ 3 ഫ്രം ടേസ്റ്റിംഗ് ടു ഡൈജസ്റ്റിംഗ് എന്ന ലെസണിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ലെസൺ we will recall what we studied in the first part. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഡിഫറെൻറ്റ് ടേസ്റ്റ് ഓഫ് ഫുഡ്, അതായത് ഓരോ ഫുഡിനും ഓരോ ടൈപ്പ് ടേസ്റ്റാണുള്ളത്. സ്വീറ്റ് ഉണ്ട്, സോറുണ്ട്, ബിറ്ററുണ്ട്, അല്ലേ? അതൊക്കെ നമുക്ക് നാവിൽ തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ടങ്ങിൻ്റെ ഓരോ ഭാഗത്തും ഉള്ള ടേസ്റ്റിൻ്റെ വ്യത്യാസവും ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ചെറിയ ബംസ് ഉണ്ട് നമ്മുടെ നാവിൽ, അതുപോലെ തന്നെ സലൈവ, ഉമിനീരുമുണ്ട്. അതാണ് നമുക്ക് ഫുഡിന് ടേസ്റ്റ് അറിയുന്നത്. അത് നമ്മൾ പഠിച്ചതാണ്. പിന്നെ പഠിച്ചത് ഫുഡിൻ്റെ പാത്ത്, മൗത്തിൽ ഫുഡ് ചെന്ന് സലൈവ മിക്സ് ചെയ്ത് ഫുഡ് പൈപ്പ് വഴി സ്റ്റോമക്കിൽ ചെല്ലുന്നു. സ്റ്റോമക്കിൽ അത് നല്ലപോലെ ഒന്നുകൂടെ അരഞ്ഞ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. ആ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നമ്മൾ ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്യുന്നു. ദെൻ അത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. ആ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ബാക്കിയുള്ള വാട്ടറും പിന്നെ അത്യാവശ്യം ബാക്കി വരുന്ന ന്യൂട്രിയൻസും എല്ലാം ബ്ലഡിലേക്ക് മാറുന്നു. പിന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ANS വഴി പുറത്ത് പോകുന്നു. വേസ്റ്റ് വാട്ടർ യൂറിനായി പോകുന്നു. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. നൗ ബാക്കി ലെസൺ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. നീതു വാസ് ഗിവൺ എ ഗ്ലൂക്കോസ് ഡ്രിപ്പ്. നീതുവിനൊരു ഗ്ലൂക്കോസ് ഡ്രിപ്പ് കിട്ടി. എന്താണ്? നീതു വാസ് വെരി സിക്ക്. ഓൾ ഡേ ഷീ വാസ് വോമിറ്റിംഗ് ആൻഡ് ഷീ ഓൾസോ ഹാഡ് ലൂസ് മോഷൻ. നീതുവിനെ പറ്റി എന്താണെന്നറിയാമോ? ലൂസ് മോഷനും വോമിറ്റിങ്ങും ആണ്. ഛർദിലും വയറിളക്കവും. വാട്ടെവർ ഷീ ഏറ്റ് ഷീ വോമിറ്റഡ്. എന്ത് കഴിച്ചാലും അവൾ ഛർദ്ദിക്കുന്നു. ഹെർ ഫാദർ ഗേവ് ഹെർ ഷുഗർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ. ഷുഗറും സോൾട്ട് സൊല്യൂഷനും നീതുവിൻ്റെ ഫാദർ അവൾക്ക് കൊടുത്തു. എന്താണെന്നറിയുമ്പോൾ ഷുഗർ നമ്മൾ കഴിഞ്ഞ ക്ലാസ് 4 പഠിച്ചിട്ടുണ്ട്. ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. എങ്ങനെ ORS ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോ? സോൾട്ടും ഷുഗറും ബോയിൽഡ് വാട്ടറിൽ മിക്സ് ചെയ്താണ് നമ്മൾ ORS സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ബൈ ഈവനിങ് നീതു വാസ് ഫീലിംഗ് വീക്ക് ആൻഡ് ഡിസി. വൈകിട്ടായപ്പോഴത്തേക്ക് നീതു വളരെയധികം ടയർഡായി. വെൻ ഷീ ഗോട്ട് അപ്പ് ടു ഗോ ടു ദി ഡോക്ടർ ഷീ ഫെയിൻറ്റഡ്. അവൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി എണീറ്റപ്പോൾ തന്നെ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പം തന്നെ അവൾ ഫെയിൻറ്റഡായി. ഫെയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ ബോധം പോയി. അപ്പം അത്രയ്ക്ക് ടയേർഡായിരുന്നു നീതു. ഹെർ ഫാദർ ഹാഡ് ടു ക്യാരി ഹെർ ടു ദ ഡോക്ടർ. അവിടെ അച്ഛൻ അവളെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ദ ഡോക്ടർ സെഡ് ദാറ്റ് നീതു ഷുഡ് ഗെറ്റ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. നീതുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഷീ നീഡ് ടു ബി ഗിവൺ എ ഗ്ലൂക്കോസ് ഡ്രിപ്പ്. എന്ത് കൊടുക്കണം? ഒരു ഗ്ലൂക്കോസ് ഡ്രിപ്പ് കൊടുക്കണം. നീതു ഗോട്ട് കൺഫ്യൂസ്. ഷീ നോ ദാറ്റ് ഡ്യൂറിങ് ദ ഗെയിം പീരീഡ് ഇൻ സ്കൂൾ ഹെർ ടീച്ചർ സംടൈംസ് ഗവ് ദം ഗ്ലൂക്കോസ് ടു ഡ്രിങ്ക്. ഗ്ലൂക്കോസ് ഡ്രിപ്പ് കൊടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ നീതു ആകെ കൺഫ്യൂസ്ഡായി. സ്കൂളിൽ വെച്ച് സ്പോർട്സ് ടീച്ചർ ഗ്ലൂക്കോസ് കൊടുക്കുമായിരുന്നു കഴിക്കാൻ. ബട്ട് വാട്ട് വാസ് ഗ്ലൂക്കോസ് ഡ്രിപ്പ്? ഗ്ലൂക്കോസ് ഡ്രിപ്പ് എന്നാണ് നമുക്ക് മനസ്സിലായില്ല. ഡോക്ടർ ആൻഡി എക്സ്പ്ലെയിൻഡ്, യുവർ സ്റ്റൊമക്ക് ഈസ് അപ്സെറ്റ്, യുവർ ബോഡി ഈസ് നോട്ട് കീപ്പിംഗ് എനി ഫുഡ് ആൻഡ് വാട്ടർ ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം വെരി വീക്ക്. നിൻ്റെ ബോഡി ഫുഡും വാട്ടറും ഒന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതെല്ലാം വൊമിറ്റ് ചെയ്ത് പോവാണ്. അതുകൊണ്ട് നീ വളരെ ടയേർഡാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഫുഡും വാട്ടറും എത്തണം. ദ ഗ്ലൂക്കോസ് ഡ്രിപ്പ് വിൽ ഗീവ് യു സം സ്ട്രെങ്ത് ക്വിക്ക്ലി ഈവൻ വിത്തൗട്ട് ഈറ്റിംഗ്. നമ്മൾ കഴിച്ചില്ലെങ്കിലും ഗ്ലൂക്കോസ് ഡ്രിപ്പ് നമുക്ക് പെട്ടെന്ന് എനർജി തരുന്നതാണ്. ഗ്ലൂക്കോസ് ഡ്രിപ്പ് എന്താണെന്നറിയാമോ? ഈ ഗ്ലൂക്കോസ് ഡ്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് പെട്ടെന്ന് ഷുഗർ കുറയുകയും ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് കുറച്ച് ഷുഗറും ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിന് സാധിക്കും. ഗ്ലൂക്കോസ് ഡ്രിപ്പിന്
സാധിക്കും. Talk and discuss. Do you remember that the class 4 you had solution of sugar and salt? അതാണ് ഞാൻ പറഞ്ഞ ORS. നീതുസ് ഫാദർ ഓൾസോ മേഡ് ദിസ് ആൻഡ് ഗവ് ഹെർ. അത് നീതുവിൻ്റെ അച്ഛനും അവൾക്ക് കൊടുത്തു. വൈ ഡു യു തിങ്ക് ദിസ് ഈസ് ഗിവൺ ടു സമ്മൺ ഹു വാസ് വോമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷനും വോമിറ്റിങ്ങും ഉണ്ടാകുമ്പോൾ ഈ ORS സൊല്യൂഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് ഷുഗറും സോൾട്ടും ഉണ്ട് അല്ലേ. ഷുഗറും സോൾട്ട് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഈ ഷുഗറും സോൾട്ടും ചെല്ലുമ്പോൾ നമുക്ക് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിനാണ് ORS സൊല്യൂഷൻ കൊടുക്കുന്നത്. ഹാവ് യു ഹെഡ് ദ വേർഡ് ഗ്ലൂക്കോസ് ഓർ സീൻ ഇൻ റിട്ടൺ എനിവെയർ വെയർ? നിങ്ങൾ ഈ ഗ്ലൂക്കോസ് എന്ന് എവിടെയെങ്കിലും എഴുതി കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഗ്ലൂക്കോസിൻ്റെ പാക്കറ്റ് കണ്ടിട്ടില്ലേ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്? അതുപോലെ പരസ്യങ്ങളിലൊക്കെ നമ്മൾ കാണാം ഗ്ലൂക്കോസ് എന്ന് എഴുതി വെച്ചേക്കുന്നത്, ഗ്ലൂക്കോസ് പൗഡറിൻ്റെ മുകളിൽ. ഹാവ് യു എവർ ടേസ്റ്റഡ് ഗ്ലൂക്കോസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്? എങ്ങനത്തെ ടേസ്റ്റാണ് അതിന്? എങ്ങനത്തെ ടേസ്റ്റാണ്? സ്വീറ്റ്. ടെൽ യുവർ ഫ്രണ്ട്. അല്ലേ, സ്വീറ്റ് അല്ലേ, മധുരമല്ലേ ഗ്ലൂക്കോസിന്? എന്താണ് കാര്യം എന്നറിയാമോ? അതിനകത്ത് ഷുഗർ ആണുള്ളത്. ഹാവ് യു ഓർ എനിവൺ ഇൻ യുവർ ഫാമിലി ബീൻ ഗിവൺ എ ഗ്ലൂക്കോസ് ഡ്രിപ്പ്? വെൻ ആൻഡ് വൈ? ടെൽ ദ ക്ലാസ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഗ്ലൂക്കോസ് ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട്? മേ ബി ഗ്രാൻഡ് പാരൻസിനൊക്കെ പെട്ടെന്ന് ക്ഷീണം വരുന്നവർക്കെല്ലാം നമ്മൾ ഗ്ലൂക്കോസ് ഡ്രിപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. നീതുസ് ടീച്ചർ യൂസ് ടു ടെൽ ദ ഗേൾസ് ടു ഹാവ് ഗ്ലൂക്കോസ് വൈൽ പ്ലേയിങ് ഹോക്കി. വൈ ഡു യു തിങ്ക് ഷീ ഡിഡ് ദിസ്? അതുപോലെ ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീതുവിൻ്റെ ടീച്ചർ ഗ്ലൂക്കോസ് കൊടുക്കുമായിരുന്നു. എന്താ കാര്യം? പെട്ടെന്ന് ഈ ഗെയിം കളിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ എക്സ്ട്രാ എനർജി നമ്മുടെ ശരീരത്തിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ടയേർഡാവും. അങ്ങനെ ടയേർഡാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലേക്ക് ഷുഗറും ഡീഹൈഡ്രേഷനും ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഗ്ലൂക്കോസ് കൊടുക്കും. അതായത് സ്വെറ്റോ വല്ലാണ്ട് വിയർക്കുകയൊക്കെ ചെയ്തില്ല, അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വെള്ളം മൊത്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിനാണ് ഗ്ലൂക്കോസ് കൊടുക്കുന്നത്. ലുക്ക് അറ്റ് നീതുസ് പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹൗ ഇൻ ദ ഗ്ലൂക്കോസ് ഡ്രിപ്പ് ബീയിങ് ഗിവൺ. എങ്ങനെയാണ് നീതുവിന് ഗ്ലൂക്കോസ് ഡ്രിപ്പ് കൊടുക്കുന്നതെന്ന് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്ക്. ഒരു കുപ്പിക്കകത്ത് ബോട്ടിലിനകത്തിൽ ചെറിയൊരു ട്യൂബ് വഴി നീതുവിൻ്റെ ബ്ലഡിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. മാർട്ടിൻസ് വിൻഡോ. ദിസ് ഈസ് എ പോയം. ഇതൊരു ഫണ്ണി പോയമാണ് കേട്ടോ. ഹിയർ ഈസ് ആൻ ഓൾഡ് സ്റ്റോറി. ഇറ്റ് സീംസ് സോ ഫണ്ണി. ദർ വാസ് എ വിൻഡോ ഇൻ മാർട്ടിൻസ് ടമ്മി. മാർട്ടിൻ്റെ വയറിൽ ഒരു വിൻഡോ ഉണ്ടെന്നുള്ളതാണ് ഇത് പറയുന്നത്. വിൻഡോ എന്ന് പറഞ്ഞാൽ ജനാല. ആക്ച്വലി ബൈ മിസ്റ്റേക്ക് മാർട്ടിൻ വാസ് ഷോട്ട്. മാർട്ടിൻ്റെ വയറിൽ എന്ത് പറ്റിയ ഒരു വെടി കൊണ്ടു. റൈറ്റ് ഇൻ ദ സ്റ്റൊമക്ക് ബ്ലീഡ് ടു ലോട്ട്. നമുക്കറിയാമല്ലോ, വെടി കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്തു. ദ വൂണ്ട് സ്ലോലി ഹീൽഡ്. പതിയെ പതിയെ ആ വൂണ്ട് ഹീലായി മീൻസ് കുറഞ്ഞു, ഉണങ്ങി തുടങ്ങി. ആൻഡ് വാസ് കവേർഡ് ബൈ സ്കിൻ. അതിന് മുകളിൽ സ്കിന്നും വന്നു തുടങ്ങി. ബട്ട് ദ ഹോൾ വാസ് സ്റ്റിൽ ദെയർ. യു വുഡ് പീപ് റൈറ്റ് ഇൻ. പക്ഷേ ആ ഹോൾ ഇപ്പോഴും ഉണ്ട്, അതിനകത്തൂടെ നമുക്ക് കാണാൻ പറ്റും. ഓ വാട്ട് എ ചാൻസ് ഫോർ ഡോക്ടേഴ്സ് ടു സ്റ്റഡി. ഡോക്ടേഴ്സിന് പഠിക്കാൻ കിട്ടിയ ഒരവസരം. വാട്ട് ഹാപ്പൻ ടു ദ ഫുഡ് ഇൻസൈഡ് ദ ബോഡി. ആ ബോഡിക്കകത്ത് ഫുഡ്, വയറിനകത്ത് ഫുഡ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് ഡോക്ടേഴ്സിന് കാണാൻ പറ്റി ത്രൂ ദിസ് ഹോൾ. ദ സ്റ്റോറി സീംസ് ഓഡ്. ഈ സ്റ്റോറി കേട്ടാൽ നമുക്ക് വളരെ വിചിത്രമായി തോന്നും അല്ലേ. ബട്ട് ഇറ്റ് ഈസ് റിയലി ട്രൂ. ഇത് ട്രൂ ആണെന്നാണ് അവർ പറയുന്നത്. സീക്രട്ട് ഓഫ് മാർട്ടിൻസ് സ്റ്റൊമക്ക് ഹെൽപ്ഡ് ആസ് ഓൾ മീ ആൻഡ് യു. ഇങ്ങനെ മാർട്ടിൻ്റെ സ്റ്റൊമക്കിൻ്റെ പ്രത്യേകതകളിലൂടെയാണ് ഡോക്ടേഴ്സ് എല്ലാം പഠിച്ചതെന്നാണ് പറയുന്നത്. സ്റ്റോറി എ സ്റ്റൊമക്ക് വിത്ത് വിൻഡോ. ഇൻ ദ പോയം യു റീഡ് അബൌട്ട് എ സോൾജിയർ കോൾഡ് മാർട്ടിൻ. ഇതിനകത്തിലെ മാർട്ടിൻ ഒരു സോൾജിയറാണ്. In 1822 he was 18 years old and was healthy, very healthy. 18 വയസ്സുണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം വളരെ ഹെൽത്തി ആയിരുന്നു. വെൻ ഹി വാസ് ഷോട്ട് ഹി ഗോട്ട് സീരിയസ്ലി ഹർട്ട്. പട്ടാളക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് വെടിക്കൊണ്ടു. അറ്റ് ദാറ്റ് ടൈം ഡോക്ടർ ബ്യോമണ്ട് വാസ് കോൾഡ് ടു ട്രീറ്റ് ഹിം. ഡോക്ടർ ബ്യോമണ്ടാണ് അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്തത്, ചികിത്സിച്ചത്. ഡോക്ടർ ബ്യോമണ്ട് ക്ലീൻ ദ വോൺ ആൻഡ് പുട്ട് ദ ഡ്രസ്സിങ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ മുറിവെല്ലാം വൃത്തിയാക്കി ഡ്രസ്സ് ചെയ്തു. ആഫ്റ്റർ 1.5 years
1.5 വർഷം കഴിഞ്ഞപ്പോൾ ദ ഡോക്ടർ ഫൗണ്ട് ദാറ്റ് മാർട്ടിൻസ് വൂണ്ട് ഹാഡ് ഹീൽഡ് എക്സെപ്റ്റ് ഫോർ വൺ തിങ്. മാർട്ടിൻ്റെ ശരീരത്തിലെ ആ വൂണ്ടെല്ലാം ക്യൂറായി. ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു, ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ ബിഗ് ഹോൾ ഇൻ ഹിസ് സ്റ്റൊമക്കിൽ ഒരു ഹോൾ ഉണ്ടായിട്ടുണ്ട്. ദ ഹോൾ വാസ് കവേർഡ് വിത്ത് എ ലൂസ് ഫ്ലാപ്പ് ഓഫ് സ്കിൻ. ചെറിയൊരു നേർത്ത ഒരു സ്കിൻ മാത്രമായിരുന്നു ആ ഹോള് കവർ ചെയ്തിരുന്നത്. ലൈക്ക് വാഷർ ഇൻ ദ ഫുട്ബോളിനകത്ത് കണ്ടിട്ടില്ലേ വാഷർ, നമുക്ക് തിന്നായിട്ടുള്ള ഒരു പേപ്പർ പോലത്തെ കണ്ടിട്ടില്ലേ. And press the skin and you could peep into Martin's stomach. Not only that, the doctor would also take out food from stomach by putting a tube on the hole. ഇദ്ദേഹത്തിന് 2 കാര്യങ്ങൾ, ഈ സ്റ്റൊമക്കിൽ നടക്കുന്ന എന്താണെന്ന് ഹോൾ വഴി കാണുമായിരുന്നു, അദ്ദേഹത്തിന് ട്യൂബ് വഴി ഈ വയറിനകത്തുനിന്ന് ഫുഡ് ഐറ്റംസ് എടുക്കാനും കഴിഞ്ഞു. And Dr. Beaumont felt he had found a treasure. Can you guess how much time he spent doing different experiments on his stomach? ഇദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിൽ, മാർട്ടിൻ്റെ സ്റ്റൊമക്കിൽ ഈ ഡോക്ടർ ഒരുപാട് എക്സ്പെരിമെൻ്റ് നടത്തി. എത്ര വർഷമാണെന്നറിയാമോ? 9 years, 9 വർഷത്തെ എക്സ്പെരിമെൻറ്റ് നടത്തി. ഡ്യൂറിങ് ദിസ് ടൈം മാർട്ടിൻ ഗ്രോ അപ്പ് ആൻഡ് ഗോട്ട് മാരീഡ്. ഈ സമയത്ത് മാർട്ടിൻ വളരുകയും അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്യും. അറ്റ് ദാറ്റ് ടൈം scientists did not know how food was digested. How does a liquid or digest juices in the stomach help? അന്നത്തെ കാലത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു സ്റ്റൊമക്കിൽ ഫുഡിന് എന്താണ് സംഭവിക്കുന്നത്. അവിടെ ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സലൈവയെ കുറിച്ച് പറഞ്ഞില്ലേ, അത് ഉമിനീരിനെ കുറിച്ച്, വായിലുള്ള എൻസൈം, അത് നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റൊമക്കിനകത്തും ഉണ്ട്, വയറിനകത്തും ഉണ്ട് ഇതുപോലത്തെ ജ്യൂസസ്. അതിനെക്കുറിച്ചൊന്നും അന്നത്തെ കാലത്ത് ആർക്കും അറിയില്ലായിരുന്നു. ഡസ് ഇറ്റ് ഓൺലി ഹെൽപ്പ് ഇൻ മേക്കിംഗ് ദ ഫുഡ് വെറ്റ് ആൻഡ് സോഫ്റ്റ് ഓർ ഡസ് ഇറ്റ് ഹെൽപ്പ് ഡൈജഷൻ? അത് ഇങ്ങനെ നനവോട് നിൽക്കാനാണോ അതോ കൂടുതൽ ഡൈജഷനെ സഹായിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ഡോക്ടർ ബെർമൺ ടോക്ക് സം ലിക്വിഡ് ഔട്ട് ഓഫ് ദ സ്റ്റൊമക്ക്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ലിക്വിഡൊക്കെ സ്റ്റൊമക്കിൽ നിന്ന് എടുത്തു. ഹി വാണ്ടഡ് ടു സീ what would happen to the food item kept in the glass filled with it. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ്സിൽ ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഇട്ടിട്ട്, അതായത് വയറ്റിനകത്തുണ്ടാകുന്ന ഡൈജസ്റ്റീവ് ജ്യൂസസ് ഇട്ടിട്ട്, ആൻഡ് വുഡ് ഇറ്റ് ഗെറ്റ് ഡൈജസ്റ്റഡ് ഓൺ ഇറ്റ്സ് ഓൺ. എന്നിട്ട് ഫുഡും അതിനകത്തിട്ട് ഒരു ഗ്ലാസ്സിൽ വയറിനകത്തു നിന്നുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ് എടുത്തിട്ട് ആ ഗ്ലാസ്സിനകത്ത് ഫുഡും ഇട്ടു. അപ്പോൾ ഡൈജസ്റ്റീവ് ജ്യൂസ് ആ ഫുഡിനെ ഡിസോൾവ് ചെയ്യുന്നുണ്ടല്ലോ, അതിനകത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. വുഡ് ഇറ്റ് ഗെറ്റ് ഡൈജസ്റ്റഡ് ഓൺ ഇറ്റ്സ് ഓൺ? ഫോർ ദിസ് ഹി ഡിഡ് ആൻ എക്സ്പെരിമെൻറ്റ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ട്യൂബ് ഹി ടുക്ക് ഔട്ട് സം ഡൈജസ്റ്റീവ് ജ്യൂസ് ഫ്രം ദ സ്റ്റൊമക്ക്. At 8:30 am he put 20 tiny pieces to boiled fish in 10 milliliter of the juice. He kept the glass at the same temperature as that of the stomach. അദ്ദേഹം ചെയ്തത് ഈ വയറ്റിൽ നിന്ന് ഈ ജ്യൂസ് എടുത്ത് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് അതിനകത്തിൽ ഫുഡ് ഐറ്റവും ഇട്ടു. എന്നിട്ട് ഈ ഫുഡ് ഐറ്റം എത്ര സമയം കൊണ്ട് ഇതിനകത്ത് ഡൈജസ്റ്റ് ആവുന്നു എന്നാണ് അദ്ദേഹം നോക്കിയത്. അതായത് ടെമ്പറേച്ചർ നമ്മുടെ വയറിനകത്ത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ വയറിൻ്റെ ചൂട്, 30 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ. അതേ ടെമ്പറേച്ചറിലാണ് അദ്ദേഹം ഗ്ലാസും വെച്ചത്. ഏത് ഗ്ലാസ്? ഡൈജസ്റ്റീവ് ജ്യൂസസും ഫുഡും ഇട്ട ഗ്ലാസ്. When he checked at the 2 PM he found that the pieces of fish had dissolved. അദ്ദേഹം ഒരു ഫിഷ് ആയിരുന്നു ആ ഗ്ലാസ്സിലിട്ടത് ഡൈജസ്റ്റ് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. രാവിലെ 8:30 ഇട്ടിട്ട് 2 മണിയായപ്പോഴാണ് അത് ഡൈജസ്റ്റ് ആയത്, അതായത് ഡിസോൾവ് ആയത്, അതിൽ അലിഞ്ഞു ചേർന്നത്, ആ ജ്യൂസിനകത്ത് അലിഞ്ഞു ചേർന്നു. ഡോക്ടർ ബെർമൺ ട്രൈഡ് ദിസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ്. ഇദ്ദേഹം ഫിഷ് മാത്രമല്ല പല ടൈപ്പിലുള്ള ഫുഡ് ഐറ്റം നോക്കി. He gave Martin the same food at the same time and compared how long it took for food digested in the glass and Martin's stomach. He recorded his observation in the table. ഇദ്ദേഹം ഈ ഡോക്ടർ ചെയ്ത 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഗ്ലാസ്സിലെടുത്തിട്ട് അതിനകത്തിൽ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് അതെത്ര സമയം കൊണ്ട് അലിയുന്നു എന്ന് നോക്കി. രണ്ടാമത്തേത്
സ്റ്റൊമക്കിൽ സെയിം ടൈമിൽ തന്നെ മാർട്ടിനോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് ആ ഫുഡ് എത്ര സമയം കൊണ്ട് മാർട്ടിൻ്റെ സ്റ്റൊമക്കിൽ വെച്ച് ഡൈജസ്റ്റ് ആവുന്നു എന്ന് നോക്കി അദ്ദേഹം ഒരു ടേബിളും ഉണ്ടാക്കി. പക്ഷേ ടേബിളിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ അറിയാം, ഓരോ സാധനങ്ങളും സ്റ്റൊമക്കിൽ വെച്ച് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നുണ്ട്. കുറേയേറെ സമയം എടുക്കും വെളിയിൽ ആ ഗ്ലാസ്സിൽ. ഈ ഫുഡ് ഐറ്റംസിൻ്റെ ഓരോന്നിനും പേരുണ്ട് ഇവിടെ. അത് സ്റ്റൊമക്കിൽ വെച്ച് ഡൈജസ്റ്റ് ആവുന്ന സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളിയിൽ ഗ്ലാസ്സിൽ വെച്ചിട്ട് ആ ഡൈജസ്റ്റീവ് ജ്യൂസസും ഫുഡും മിക്സായി അത് ഡിസോൾവ് ആവുന്ന സമയം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നോക്കി, തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്? സ്റ്റൊമക്കിൽ പെട്ടെന്ന് ഡൈജഷൻ നടക്കുന്നുണ്ട്. സോ വാട്ട് ഡസ് അവർ സ്റ്റൊമക്ക് ഡു? Bowman did many experiments and found out many secrets about digestion. He found that food digests faster in the stomach than outside. നമ്മുടെ വയറിനകത്ത് വളരെ പെട്ടെന്ന് ഫുഡ് ഡൈജസ്റ്റ് ആവുന്നു. ഡിഡ് യു നോട്ടീസ് ദിസ് ഇൻ ദ ടേബിൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവർ സ്റ്റൊമക്ക് ചോൺസ് ദ ഫുഡ് ടു ഡൈജസ്റ്റ് ഇറ്റ്. നമ്മുടെ വയറ് നമ്മുടെ ഫുഡിനെ നല്ലപോലെ അരയ്ക്കുന്നുണ്ട്. The doctor also saw that the food did not digest properly when Martin was sad. വേറൊരു കാര്യമാണ്, മാർട്ടിൻ സാഡായിട്ടിരിക്കും. സാഡെന്ന് പറഞ്ഞാൽ എന്താ? സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈ ഫുഡൊന്നും കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ആവുന്നുമില്ല. ഹി ഓൾസോ ഫൗണ്ട് ദാറ്റ് ദ ജ്യൂസ് ഇൻ അവർ സ്റ്റൊമക്ക് ഈസ് ആസിഡിക്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു ആസിഡിക്കാണ് നമ്മുടെ, അത് ആസിഡ് മീഡിയമാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ വയറ്റിലുള്ള ജ്യൂസ് എന്ന് പറയുന്നത്. ഹാവ് യു ഹെഡ് എനിവൺ ടേക്കിംഗ് ഔട്ട് ആസിഡിറ്റി എസ്പെഷ്യലി വെൻ ദാറ്റ് പേഴ്സൺ ഹാസ് നോട്ട് ഈറ്റൺ വെൽ ഓർ ദ ഫുഡ് ഈസ് നോട്ട് ഡൈജസ്റ്റഡ് പ്രോപ്പർലി? ചില ആൾക്കാർ അത് അയ്യോ വയറിനകത്ത് ദഹിച്ചില്ല ഇന്ന് ആഹാരം എന്ന് പറയത്തില്ലേ. ചിലർക്കാണെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് ഗ്യാസ് വരും അല്ലേ, നമ്മളെ നാട്ടിലെ നേമ്പക്കം എന്നൊക്കെ പറയും അല്ലേ. അപ്പം അങ്ങനെ ഗ്യാസൊക്കെ പോവും. ഇപ്പം ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല. നമ്മുടെ ശരീരത്ത്, അതായത് സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ആ ഡൈജസ്റ്റീവ് ജ്യൂസ് ആസിഡിക്കാണ്. ആസിഡിക് എന്ന് പറഞ്ഞാൽ ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഒന്ന്, HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെ പെപ്സിൻ, റെനിൻ. ഇത്രയുമാണ് നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാകുന്ന ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള HCl ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. പേരിൽ തന്നെ നമുക്കറിയാം അതൊരു ആസിഡാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ള വയറിനുള്ളിൽ ഈ ആസിഡ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഡൈജഷൻ കറക്റ്റാകാതിരിക്കുമ്പോൾ നമുക്ക് ആസിഡിറ്റി അനുഭവപ്പെടുന്നത്. Dr. Bowman's experiment became famous across the world. After this, many scientists did many such experiments. What did you say? No, they did not shoot people in the stomach, nor did they wait for a patient in the hole in the. They used some scientific ways to look inside our bodies. നമ്മുടെ ശരീരത്തിൻ്റെ പിന്നെ പല സയൻറ്റിസ്റ്റുകളും ഇങ്ങനെ സ്റ്റൊമക്കിനെ കുറിച്ചൊക്കെ പഠിക്കുകയും അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നത്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ വെടി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റൊമക്കിന് ഹോൾ ഉണ്ടാക്കിയൊന്നുമല്ല ഇത് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് സ്കാനിങ് ഒക്കെ ഉണ്ടല്ലേ, സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് നല്ല മെഡിക്കൽ വേയ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ടെക്നിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അത് വെച്ച് അവർ പഠനങ്ങൾ നടത്തി. ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് മാർട്ടിൻ ഓർ വുഡ് യു സേ ദ സ്റ്റോറി ഓഫ് അവർ ഓൺ സ്റ്റൊമക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ സ്റ്റോറി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് തിങ്ക് ആൻഡ് ഡിസ്കസ്. Imagine if you had been in the place of Dr. Bowman, what experience would you have done? Find out the secrets of our stomach. Write about your experiments. നിങ്ങൾ ഈ ഡോക്ടർ വരെ നിങ്ങളായിരുന്നെങ്കിൽ എന്തൊക്കെ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയേനെ അല്ലേ? എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ നമുക്ക് നടത്തായിരുന്നു എക്സ്പെരിമെൻറ്റ്സ് അല്ലേ. ഗുഡ് ഫുഡ്, ഗുഡ് ഹെൽത്ത്. Dr. Aparna has 2 patients, Rashmi and Kailas. Dr. Aparna talked to them to find out more about them. Read what the doctor found. രശ്മിയും കൈലാസും 2 പേര്, അവർക്ക് അവരോട് ഡോക്ടർ അപർണ നടത്തിയ സംസാരത്തിൻ്റെ ഒരു ചെറിയ പാട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. രശ്മി 5 years old ആണ്. ഷീ ലുക്ക് അബൌട്ട് 3 years old. കണ്ടാൽ ഒരു 3 വയസ്സേ തോന്നും. ഷി വാസ് വെരി തിൻ. ആംസ് ആൻഡ് ലെഗ്സ് ആൻഡ് പോട്ട് ബെല്ലി, അതായത് പോട്ട് ബെല്ലി എന്ന് പറഞ്ഞാൽ വയറിങ്ങനെ ഉന്തിയിരിക്കുന്ന ടൈപ്പ്. ഷി ഓഫൺ ഫോൾ സിക്ക്. രശ്മിക്ക് 5 വയസ്സാണ്,
പക്ഷെ 3 വയസ്സേ തോന്നിക്കൂ കണ്ടാൽ. എന്ന് വെച്ചാൽ തീരെ മെലിഞ്ഞിട്ടാണ്, വയറൊക്കെ ഉന്തിയിരിക്കുന്നു. ഷീ ഓൾവേസ് ഫീൽ ടയേർഡ് ആൻഡ് കനോട്ട് ഗോ ടു സ്കൂൾ റെഗുലർലി. സ്കൂളിൽ ദിവസവും പോകാൻ പറ്റത്തില്ല, ഭയങ്കര ക്ഷീണമാണ്. ഷീ ഡസ് നോട്ട് ഹാവ് സ്ട്രെങ്ത് ഈവൻ ടു പ്ലേ. കളിക്കാൻ പോലും ആരോഗ്യമില്ല, എപ്പോഴും അസുഖങ്ങൾ വരും. ഷീസ് ലക്കി ഇഫ് ഷീ ക്യാൻ ഗെറ്റ് എ ലിറ്റിൽ റൈസ് ഓർ 1 റൊട്ടി ടു ഈറ്റ് ഇൻ ദ ഹോൾ ഡേ. ഒരു ദിവസം മൊത്തം ആയാൽ പോലും ചിലപ്പോൾ ഒരു റൊട്ടിയോ ഒരല്പം ചോറോ ഒക്കെ കിട്ടിയാൽ അവൾക്ക് വലിയ ഭാഗ്യം എന്നാണ് അവിടെ കഴിയുന്നത്. ദാറ്റ് മീൻസ് അവൾക്ക് ഫുഡ് കഴിക്കാൻ ഇല്ല. ഷീ ഈസ് വെരി പുവർ. ദെൻ അബൌട്ട് കൈലാസ്. ഹി വാസ് 7 years old. അവന് 7 വയസ്സുണ്ട്. ഹീ ലുക്സ് ഓൾഡർ ദാൻ ഹിസ് ഏജ്. അവനെ കണ്ട 7 വയസ്സൊന്നും അല്ല തോന്നിക്കുന്നു, അതിലും കൂടുതൽ തോന്നിക്കും. ബോഡി ഈസ് ഫാറ്റ് ആൻഡ് ഫ്ലാബി. ഭയങ്കര വണ്ണിച്ച് ഇങ്ങനെ മാംസമൊക്കെ ഇങ്ങനെ ബ്ലും ബ്ലും എന്ന് കിടക്കുന്നത്. ഹീ ഹാസ് പെയിൻ ഇൻ ഹിസ് ലെഗ്. ഹീ ഈസ് നോട്ട് വെരി ആക്റ്റീവ്. അവൻ്റെ കാലിനെല്ലാം വേദന. എന്താ ബോഡി വെയിറ്റ് കാലിന് താങ്ങാൻ പറ്റുന്നില്ല. നോട്ട് അറ്റ് ഓൾ ആക്റ്റീവ്, ഒട്ടും ആക്റ്റീവ് അല്ല. ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ് ആൻഡ് സ്പെൻഡ് മെനി അവേഴ്സ് വാച്ചിങ് TV. സ്കൂളിൽ ബസ്സിനാണ് പോകുന്നത്, എപ്പോഴും TV കാണും വീട്ടിൽ വന്നാൽ. ഹി ഡസ് നോട്ട് ലൈക്ക് ടു ഈറ്റ് ഹോം കുക്ക്ഡ് ഫുഡ് ലൈക്ക് ദാൽ റൈസ് വെജിറ്റബിൾസ് ആൻഡ് റൊട്ടി. വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും അവന് ഇഷ്ടമല്ല. ദ ഓൺലി തിങ് ഹി ഫൈൻഡ് ടേസ്റ്റി ചിപ്സ്, ബർഗർ, പിസ്സ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫ്രം ദ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡൊക്കെയാണ് അവൻ വാങ്ങിച്ച് കഴിക്കുന്നത്. അതുകൊണ്ടാണ് അവനിങ്ങനെ ഫ്ലാബി ആയിട്ട് ഇരിക്കുന്നത്, ഭയങ്കര വണ്ണം തോന്നിക്കുന്നത്. ഡോക്ടർ അപർണ മെഷർഡ് ദ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഓഫ് ബോത്ത് ദ ചിൽഡ്രൻ. ദെൻ ഷീ ടോൾഡ് ദം ദെയർ ഈസ് ഓൺലി വൺ ട്രീറ്റ്മെൻറ്റ് ഫോർ ബോത്ത് പ്രോബ്ലം, പ്രോപ്പർ ഫുഡ്. ഡോക്ടർ അപർണ പറയാണ്, ഈ 2 ആൾക്കാർക്കും ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ. എന്താണ്? പ്രോപ്പർ ഫുഡില്ല. പ്രോപ്പർ ഫുഡില്ലാത്ത രശ്മിക്ക് എന്താണ് പ്രോപ്പർ ഫുഡില്ലാത്തത്? പൈസയില്ല, ആഹാരം വാങ്ങിക്കാൻ പോലും നിവർത്തിയില്ല. കൈലാസിനോ പ്രോപ്പർ ഫുഡ് ഇല്ലാത്തതുകൊണ്ടാണ് അസുഖം വരുന്നത്. എന്താ കാര്യം? അവന് ഓവർ ഈറ്റിംഗ് ആണ്. ചിപ്സും പിസയും ഒക്കെയാണ് കഴിക്കുന്നത്, അല്ല വീട്ടിലുണ്ടാക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊന്നുമല്ല കഴിക്കുന്നത്. പ്രോപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്നാണ് അർത്ഥം, അല്ലാതെ ഒത്തിരി ഓയിലി ഫുഡ് എന്നൊന്നുമല്ല അർത്ഥം. Why do you think Rashmi could eat only 1 roti whole day? Because she was very poor. വളരെ പുവറാണ് അവൾ. ഡു യു തിങ്ക് കൈലാസ് വുഡ് ലൈക്ക് ഗെയിംസ് ആൻഡ് സ്പോർട്സ്? ഗെയിംസും സ്പോർട്സും ഇഷ്ടമായിരുന്നോ കൈലാസിന്? നോ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ പ്രോപ്പർ ഫുഡ്? പ്രോപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്, നമ്മുടെ പോഷകസമൃദ്ധമായ കറക്റ്റ് എമൗണ്ട് ഫുഡിനാണ് പ്രോപ്പർ ഫുഡ് എന്ന് പറയുന്നത്. വാട്ട് ഡു യു തിങ്ക് ദാറ്റ് ഫുഡ് ഓഫ് രശ്മി ആൻഡ് കൈലാസ് വെർ നോട്ട് പ്രോപ്പർ? എന്തുകൊണ്ടാണ് രശ്മിയുടെയും കൈലാസിൻ്റെയും ഫുഡ് പ്രോപ്പർ അല്ലെന്ന് പറഞ്ഞേ? രശ്മിക്ക് ഫുഡ് ഇല്ല കഴിക്കാൻ, കൈലാസിനോ അവൻ വെളിയിൽ നിന്നുള്ള ജങ്ക് ഫുഡ്സാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ടോക്ക് വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ് ഓർ എൽഡർലി പീപ്പിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഈറ്റ് ആൻഡ് വാട്ട് വർക്ക് ദേ ഡിഡ് വെൻ ദേ വെയർ യുവർ ഏജ്. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് എന്തൊക്കെ ഫുഡാണ് കഴിച്ചത്, അവരെന്തൊക്കെ ജോലികളാണ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. നൗ തിങ്ക് അബൌട്ട് യുവർ സെൽഫ്, യുവർ ഡെയിലി ആക്ടിവിറ്റീസ് ആൻഡ് ഡെയിലി ഡയറ്റ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തോരം ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ആർ ദീസ് സിമിലർ ഡിഫറൻസ് വാട്ട് യുവർ ഗ്രാൻഡ് പാരൻസ് ഡിഡ് ആൻഡ് ഇറ്റ്? നിങ്ങൾ കഴിക്കുന്ന ഫുഡും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് കഴിക്കുന്ന ഫുഡും തമ്മിൽ, ഗ്രാൻഡ് പാരൻസ് നിങ്ങളുടെ പ്രായമായിരുന്നപ്പോൾ കഴിക്കുന്ന ഫുഡും തമ്മിൽ വ്യത്യാസമുണ്ടോ? പ്രോപ്പർ ഫുഡ് എവരി ചൈൽഡ്സ് റൈറ്റ്. എല്ലാ കുഞ്ഞുങ്ങളുടെയും അവകാശമാണ് പ്രോപ്പർ ഫുഡ്. യു ഹാവ് റീഡ് അബൌട്ട് 2 children. One is Kailas who does not like home-made food. ഹോം മെയ്ഡ് ഫുഡ് ഇഷ്ടമില്ലാത്ത കൈലാസിനെ കുറിച്ചും, ദ അതർ വൺ രശ്മി ഹു ഡസ് നോട്ട് ഈവൻ ഗെറ്റ് വൺ പ്രോപ്പർ മീൽ എ ഡേ. ഒരു ദിവസം ഒരു നേരം പോലും കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്ത രശ്മിയെക്കുറിച്ച് നമ്മൾ കേട്ടു. അബൌട്ട് ഹാഫ് ഓഫ് ചിൽഡ്രൻ ഇൻ അവർ കൺട്രി ലൈക്ക് രശ്മി. രശ്മിയെപ്പോലുള്ളവരാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലുള്ളത്, അതായത് പാവങ്ങളായിട്ടുള്ളവർ. ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് ഫുഡ് ദാറ്റ് ദേ നീഡ് ടു ഗ്രോ ആൻഡ് ഡെവലപ്പ് പ്രോപ്പർ. കറക്റ്റായിട്ട് ആഹാരം കിട്ടാതെ പോകുന്ന കുഞ്ഞുങ്ങൾ. ദീസ് ചിൽഡ്രൻ ആർ വീക്ക് ആൻഡ് സിക്കി ഓഫനേൽ ഇൻ പുവർ ഹെൽത്ത്. എപ്പോഴും അസുഖം വരും, കാര്യം ഇവർക്ക് ഹെൽത്ത് ഇല്ലല്ലോ, ആഹാരമില്ല. ബട്ട് ഇറ്റ് ഈസ് എ റൈറ്റ് ഓഫ് എവരി ചൈൽഡ് ടു ഗെറ്റ് പ്രോപ്പർ ഫുഡ്. കറക്റ്റായിട്ടുള്ള ഫുഡ് കിട്ടുക എന്നുള്ളത് എല്ലാ കുഞ്ഞുങ്ങളുടെയും അവകാശമാണ്. റീഡ് അബൌട്ട് ദ സ്റ്റോറി ഇൻ
കാലഹന്ദി ഡിസ്ട്രിക്ട് ഇൻ ഒഡീഷ. നമുക്ക് പിന്നെ നോക്കാം. Think and discuss. Here some questions. Do you know any child who does not get enough to eat in the whole day? What are the reason for this? നിങ്ങൾക്കറിയാമോ ഏതെങ്കിലും കുട്ടി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ കിട്ടാതെ ദിവസം മുഴുവനും ഇരിക്കുന്ന ഏതെങ്കിലും കുട്ടികളെക്കുറിച്ച് അറിയാമോ? ഹാവ് യു എവർ സീൻ എ ഗോ ഡൗൺ വെയർ എ ലോട്ട് ഓഫ് ഗ്രെയിൻസ് ഹാവ് ബീൻ സ്റ്റോർഡ് വെയർ? വേറെ എവിടെയെങ്കിലും അറിയാമോ ഇത് ഇഷ്ടംപോലെ ഗ്രെയിൻസ് ധാന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ എവിടെയാണ്? അപ്പം നമ്മുടെ ഒരു വലിയ സോഷ്യൽ സിറ്റുവേഷനാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറച്ച് ആൾക്കാർക്ക് ആഹാരമില്ല, കുറച്ച് സ്ഥലത്തോ ആഹാരം കുന്നുകൂടി കിടക്കുന്നു അല്ലേ? അത് കറക്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ചെല്ലുന്നില്ല. ആഹാരമില്ലാത്ത ആൾക്കാർക്ക് ഈ ആഹാരം കിട്ടുന്നില്ല. കൂടുതലുള്ള ആൾക്കാർക്ക് അവരെ കൂടുതൽ കുമിഞ്ഞു കൂടി ആഹാരം നശിച്ചു പോകുന്നു. ചില ഗോഡൗണുകളിലൊക്കെ ഈ ആഹാര പദാർത്ഥങ്ങൾ, അതായത് അരിയും ഗോതമ്പും ഒക്കെ ഇങ്ങനെ എലിയൊക്കെ വെട്ടി എല്ലാം നശിച്ചു പോവുകയാണ്. പക്ഷേ ചില സ്ഥലത്ത് കുറച്ച് ആഹാരം കിട്ടാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. സോ വാട്ട് വി ഹാവ് ലേൺഡ്. വൈ ക്യാൻ യു നോട്ട് ടേസ്റ്റ് ഫുഡ് പ്രോപ്പർലി വെൻ യു ഹാവ് കോൾഡ്? നിങ്ങൾക്ക് പനി വരുമ്പോൾ ശരിക്കും ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ട്? പനി വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുന്നത്? നോസ് ഈസ് ബ്ലോക്ക്ഡ്, നമ്മുടെ മൂക്ക് അടഞ്ഞിരിക്കുമായിരിക്കും. സോ വി ക്യാൻ ഗെറ്റ് ദ സ്മെൽ ഓഫ് ദ ഫുഡ്. നമുക്ക് ഫുഡിൻ്റെ സ്മെല്ല് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഫുഡിൻ്റെ സ്മെല്ല് കിട്ടാത്തതുകൊണ്ട് കറക്റ്റ് ടേസ്റ്റും കിട്ടത്തില്ല. If we were to say digestion begins in the mouth, how would you explain this? Digestion മൗത്തിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറയാം. എങ്ങനെ പറയാൻ പറ്റും? Because when we put some food into our mouth, the food is mixed with saliva, that is the enzyme in our mouth. നമ്മുടെ വായിലുള്ള എൻസൈമായിട്ടുള്ള സലൈവയുമായി മിക്സ് ചെയ്യുന്നു. അവിടെ മുതൽ നമുക്ക് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളത് ച്യൂ ചെയ്യുന്നു. അപ്പോൾ അത് വീണ്ടും ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന പണിയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഡൈജഷൻ മൗത്തിൽ ആരംഭിക്കുന്നു എന്ന് പറയാം. ആൻഡ് ഹിയർ വി ഹാവ് എ സ്റ്റോറി ഫ്രം കൽഹാന്ദി ഡിസ്ട്രിക്ട് ഇൻ ഒഡീഷ. നോക്കേണ്ടതെന്ന്. ഗോമതി ഈസ് എ 30 year old. ഗോമതി എന്ന് പറയുന്ന ആൾക്ക് 30 year old ആണ്, 30 വയസ്സുണ്ട്. ഗോമതി വർക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് എ റിച്ച് ഫാർമർ. ഒരു വലിയ പണക്കാരനായ ആളിൻ്റെ കൃഷിയിടത്തിലാണ് അവർ പണി ചെയ്യുന്നത്. ഫോർ ഓൾ ഹെയർ ഹാർഡ് വർക്ക് ഷീ ഗോട്ട് പെയ്ഡ് വെരി ലിറ്റിൽ. നല്ല രാവിലെ മുതൽ ജോലി ചെയ്താൽ അവർക്ക് കുറച്ച് പൈസയെ കിട്ടും. സോ ലിറ്റിൽ ദാറ്റ് ഷീ കനോട്ട് ഈവൻ ബൈ ഇനഫ് റൈസ് ടു ഫീഡ് ഹെയർ ഫാമിലി. അവിടെ കുടുംബത്തിലേക്കുള്ള ആഹാരം വാങ്ങിക്കാനുള്ള പൈസ പോലും അവർക്ക് അതിനകത്ത് നിന്ന് കിട്ടത്തില്ല. സം മന്ത്സ് ഷീ ഡസ് നോട്ട് ഗെറ്റ് എനി വർക്ക് അറ്റ് ഓൾ. ചില മാസങ്ങളിൽ അവർക്ക് ജോലിയെ കാണത്തില്ല. ദെൻ ഷീ വാസ് ടു ഈറ്റ് ലീവ്സ് ആൻഡ് റൂട്ട് ഫ്രം ദ ജംഗിൾ. ആ സമയത്ത് അവൾ എന്താ ചെയ്യുന്നത്? ഫോറസ്റ്റിലെ ലീവ്സും റൂട്ടുമാണ് കഴിക്കുന്നത്. ഗോമതീസ് ചിൽഡ്രൻ ആർ വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഓൾവേസ് സിക്ക്. ഗോമതിയുടെ മക്കളും അതുപോലെ എപ്പോഴും വീക്കായിട്ട് എപ്പോഴും അസുഖമൊക്കെ പിടിച്ച കുഞ്ഞുങ്ങളാണ്. ഫ്യൂ ഇയേഴ്സ് എഗോ ഹെർ ഹസ്ബൻഡ് ഡൈഡ് ഓഫ് ഹങ്കർ. കുറേ നാളുകൾക്ക് മുമ്പ് അവിടെ ഹസ്ബൻഡ് പട്ടിണി കൊണ്ട് മരിച്ചുപോയി. മോസ്റ്റ് റൈസ് ഗ്രോസ് ഇൻ കൽഹാന്ദി ഡിസ്ട്രിക്ട്. റൈസ് ഈസ് ഈവൻ സെൻഡ് ടു അതർ സ്റ്റേറ്റ്സ് ഫ്രം ദെയർ. അവരുടെ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റൈസ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ എന്താ പ്രശ്നം? അവിടെ മെനി ടൈംസ് ദ റൈസ് ദാറ്റ് കീപ്സ് ലൈങ് ഇൻ ദ ഗോഡൗൺസ് ഗെറ്റ് സ്പോയിൽഡ്. ഇങ്ങനെ ഗോഡൗണിൽ കെട്ടിക്കിടക്കുന്ന ഫുഡൊക്കെ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇൻ ദ സെയിം കൽഹാന്ദി ദർ ആർ മെനി പുവർ പീപ്പിൾ ലൈക്ക് ഗോമതി. വൈ ഡു പീപ്പിൾ ഡൈ ഓഫ് ഹങ്കർ ഇൻ സച്ച് പ്ലേസസ്? ഉണ്ടോ? ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഡിസ്ട്രിക്റ്റിൽ, ഒഡീഷയിലെ ഈ ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ റൈസ് ഉണ്ടാകുന്നതും അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരെ അവർ റൈസ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് കറക്റ്റായിട്ട് ആഹാരം കിട്ടുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? ഈ കെട്ടിക്കിടക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പോലും അവർക്കത് കിട്ടുന്നില്ല. വാട്ട് എ ട്രാജിക് തിങ് അല്ലേ? വളരെ ദുഃഖകരമായ കാര്യം. ഓക്കെ,
ഹിയർ എൻഡ്സ് അവർ ലെസൺ. നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.